പണ്ടൊരിക്കൽ ഒരു നായർ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി എന്നും ജി സുകുമാരൻ നായർ എന്ന നായന്മാരുടെ പോപ്പ് അദ്ദേഹത്തെ ആട്ടിയോടിച്ചു എന്നുമുള്ള ഒരു കഥയുണ്ട്. അന്ന് സുരേഷ് ഗോപി വഴി നടത്തിയ ആ ശ്രമത്തിൽ സുകുമാരൻ നായർ വീണില്ലെങ്കിലും പിന്നീട് വെള്ളാപ്പള്ളി കൂടെ വന്നതോടെ BJPക്കാർ ഹാപ്പിയായി. എന്നാൽ നായന്മാർക്ക് അത് സഹിക്കുമോ? സുകുമാരൻ നായർ BJPക്കൊപ്പം പോകാത്തതിൻ്റെ സങ്കടത്തിൽ കുറേ നായന്മാർ ദില്ലിയിൽ യോഗം കൂടി. സുരേഷ് ഗോപി, മേജർ രവി, ലോകപ്രശസ്ത ദില്ലി നായർ ശശി തരൂർ തുടങ്ങിയവരാണ് യോഗം നയിച്ചത്. എന്തായാലും നായന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ മേജർ രവിക്ക് ഉള്ളിൽ സങ്കടം ഏറെയുണ്ട്. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സഹകരിക്കുന്ന ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നായന്മാരെ, അമ്മമാരെ എന്ന് വിളിക്കാം. പക്ഷെ ആ വിളി കൊണ്ട് മാത്രം നിർത്താവുന്നതാണോ നമ്മുടെ ഈ നായൻ എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം എന്നുള്ളത് എനിക്കിപ്പോൾ ചോദിക്കും. കാരണം ഞാനൊരു മലബാർ നായരാണ്. അത് അവിടുത്തെ മലബാർ സൈഡിലായിരിക്കും കഴിയില്ല. പക്ഷെ നായരെന്ന് എവിടെയാണെങ്കിലും നായർ തന്നെയാണ്. മലബാർ നായർ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ പഠിച്ച സമയത്തും പട്ടാളത്തിൽ ചേർന്ന സമയത്തും അത് കഴിഞ്ഞ് സിനിമയിൽ വന്ന് ഇപ്പൊ അടുത്ത കാലം വരയ്ക്കും ഈ NSS എന്ന് പറഞ്ഞാൽ എൻ്റെ മലബാർ അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീം എന്നുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നു. വേറെ അറിവ്. കാരണം NSS എന്ന് ഇപ്പൊ ഈ കൊട്ടിഘോഷിക്കുന്ന ഈ സംഘടനയ്ക്ക് ഒരു നേതാവുണ്ട്. നമുക്ക് അയാളെ കാര്യസ്ഥൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് വിളിക്കാം, പ്രസിഡന്റ് എന്ന് വിളിക്കാം, എന്തുവേണമെങ്കിലും വിളിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഈവൻ ഞാൻ ട്രിവാൻഡ്രം സൈഡിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി സൈഡിലോ ഈവൻ എറണാകുളത്തടക്കം ഒരു നായർ കല്യാണ സമയത്ത് രജിസ്റ്റർ ആയിട്ട് വരുന്നത് കാണാം. ആ രജിസ്റ്റർ ഒപ്പിട്ടാൽ മാത്രമേ കല്യാണം സ്ഥിരീകരിക്കുള്ളൂ എന്ന്. അത് NSS എന്ന് വരുന്ന രജിസ്റ്ററാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് 26 വർഷമായി. അതുകൊണ്ട് ഒരു പേപ്പറിലും ഒപ്പിട്ടിട്ടില്ല. ഇന്നും അവിടെ എൻ്റെ കൂടെയുണ്ട്. എനിക്കൊരു കുട്ടിയുണ്ട്, അവന് കല്യാണം കഴിക്കാറായി. അപ്പോഴും ഞാൻ ആ രജിസ്റ്ററിൽ ഒപ്പിടിക്കില്ല. കാരണം ഈ രജിസ്റ്ററിൽ ഒപ്പിടിച്ചതുകൊണ്ട് ഞാൻ ഒരു കുട്ടിയെ ഉണ്ടാക്കി അല്ലെങ്കിൽ 10 കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചങ്ങനാശ്ശേരി നായർ എനിക്ക് ചെലവ് തരില്ല. അത് ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇതാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പലരും ഇവിടെ പ്രസംഗിച്ചു പോയി. മന്നത്ത് ആചാര്യന്റെ നമ്മൾ ആ ഒരു മഹിമകളെയൊക്കെ സംസാരിച്ചു. നായർ പടപ്പുറപ്പാടിന് ഇറങ്ങിയിരിക്കുന്നു. പണ്ട് നായർ പടപ്പുറപ്പാടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഇറക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ പുറപ്പാട് എന്താണെന്നറിയോ? കക്ഷത്ത് കുറച്ച് പൗഡർ ഇട്ട് ഒരു സ്പ്രേ അടിച്ചുകൊണ്ട് പുറപ്പെട്ടു. അത്ര തന്നെ തിരിച്ചു വീട്ടിലെത്തി. ഇതാണ് മാറ്റേണ്ടത് നമ്മളായിട്ടുള്ള നായന്മാർ. അത് മാറ്റാനാണല്ലോ നായന്മാരെല്ലാം കൂടി ഇങ്ങനെ യോഗം ചേർന്നത്. എന്നാൽ ഇതിനൊക്കെ ചോദിക്കാനും പറയാനും അങ്ങ് ചങ്ങനാശ്ശേരിയിൽ ഒരു പോപ്പില്ലേ? പിന്നെ ഒരു BJP നായരായ മേജർ രവി ഇങ്ങനെ ആഹ്വാനം ചെയ്യേണ്ടതുണ്ടോ? ഇന്ന് നമുക്ക് ചോദിക്കാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനും വേണ്ടി ഒരു സംഘടന ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ചങ്ങനാശ്ശേരിയിലൊരു 4 മതിലും മന്നച്ചിയുടെ ആ പ്രതിമയെപ്പോലും അവിടെ കെട്ടി വെച്ച് അതിനുശേഷം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നായർ അവിടെ അതിനെ വണങ്ങാൻ പോയപ്പോൾ അദ്ദേഹത്തെ തെറിവിളിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ ശബ്ദം എവിടെ പോയിരുന്നു? ആ സമയത്ത് നായരുടെ ചങ്കൂറ്റം എവിടെയായിരുന്നു? അന്നും ബോംബെയിൽ എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന എനിക്ക് ഒരു TV ചാനലിന് ഒരു വിളി, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ആരെയാ ചോദിച്ചു. അത് നമ്മൾ സുരേഷ് ഏട്ടനെയാണെന്ന് പറഞ്ഞു. കൊടുക്ക പോലെ ലൈനിൻ്റെ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് എനിക്ക് എൻ്റെ ഈ നായർ സ്പിരിറ്റ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ ഈ നായർ സ്പിരിറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. സമൂഹത്തിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചു ചോദിക്കാൻ ഒരു അവകാശവും നമുക്കില്ല. അപ്പൊ അവിടെയാണ് ഒരു ഇംഗ്ലീഷ് വാക്ക് ബൈലോ എന്ന്. അത് അവിടെ ഇരിക്കുന്ന ഈ ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് പോലും അറിയാത്ത നായർ സംഘടനത്തെ കൊമ്പത്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇറക്കി മാറ്റി. സുകുമാരൻ നായരെ മാറ്റുന്ന കാര്യമാണല്ലോ ഈ പറയുന്നത്. അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പാടുണ്ടോ മേജറെ? ഉള്ളിലൊരു നായർ സ്പിരിറ്റൊക്കെ വേണ്ടേ? സ്പിരിറ്റ് ഉള്ളവർ ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഈവനിങ് 7 മണിക്ക് കഴിഞ്ഞിട്ടുള്ള ആ സ്പിരിറ്റിന്റെ 3 മണിക്കൂറിന്റെ സ്പിരിറ്റ് അല്ല നമുക്ക്. നമുക്ക് വേണ്ട സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് 24 hours ഉണ്ടായിരിക്കണം. അത് മേജർ രവി തനി അടിക്കാതെ തന്നെ എപ്പോഴും സ്പിരിറ്റിലാണ്. കാരണം 24 മണിക്കൂറിലും ഞാൻ ഇന്നവരെ തനി അടിച്ചിട്ടുമില്ല. എൻ്റെ കയ്യിൽ ആ സ്പിരിറ്റും ഉണ്ട്. നിർത്താനുള്ള സമയം വന്നിരിക്കുന്നു. ഇങ്ങനെ ജാതി പറഞ്ഞാൽ നിർത്താനുള്ള നിർദ്ദേശം മാത്രമാകില്ല ഇനി വരുന്നത്, മറ്റ് എന്തെങ്കിലും ആയിരിക്കും. BJPക്കൊപ്പം കൂടാത്തതുകൊണ്ട് സുകുമാരൻ നായരോട് ഇത്രയ്ക്കൊരു കലിപ്പ് വേണോ?
മേജർ രവിയെ അമിത്ഷാ കൊട്ടേഷൻ കൊടുത്ത് ഇറക്കിയതായിരിക്കുമോ ഇനി? നായർ സംഘടനയെ തന്നെ ഒരാൾ തന്നെത്താൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെയൊക്കെ പോപ്പാണെന്നുള്ളത്. അപ്പൊ അതിൽ അഹങ്കരിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മൾ പോപ്പുമാരുടെ അടുത്ത് തന്നെ പോയിട്ട് അഡ്മിഷൻ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഗതിയിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ വി ഹാവ് ടു ഹാവ് എ യൂണിറ്റി. ആ യൂണിറ്റി എന്ന് പറയുന്നിടത്താണ് അവർ സ്ട്രെങ്ത്. അത് നമ്മൾ നായർ എന്ന് പറയുന്ന സമയത്ത് പണ്ടും ക്ഷത്രിയന്റെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛനെയും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുള്ള ഒരു പോരാളിയായിരുന്നു. 93-ാമത്തെ വയസ്സ് മരിക്കുന്നവർക്ക് ആ ഒരു അച്ഛൻ്റെ മകനായിട്ടുള്ള ഞാൻ പറയുന്നത്, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നായർ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദു മതം മുഴുവൻ നമ്മുടെ പുറകെ നിൽക്കും. ആ സമയത്ത് നമ്മുടെ സമൂഹം മുഴുവൻ നമ്മുടെ പുറകെ നിൽക്കും. BJP-യിലേക്ക് പോകാൻ മുന്നിട്ടിറങ്ങുന്ന കാര്യമാണ് മേജർ രവി ഈ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന് ശിഷ്യപ്പെടണം എന്നുകൂടി ആവശ്യപ്പെടാമായിരുന്നു. എന്തുകൊണ്ടാണ് NSS BJP-ക്കൊപ്പം പോകാത്തത്? എന്താണ് പ്രശ്നം? ഇന്ന് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ നായന്മാരുടെയും കക്ഷത്ത് മസിലാണ്. ഈ മസിലാണ് കൂടില്ല. ഈ കൂടാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്നു എനിക്ക് കുറെ സ്പേസ് വേണം. അപ്പൊ അവിടുത്തെ 4 നായന്മാരോട് പോയി. അപ്പൊ എന്തായി? കൂട്ടായ്മയില്ല, തമ്മിൽ കൂട്ടായ്മയില്ല. അതാണ് നമ്മൾ കാണുന്നത്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെല്ലാം ഒന്നാണെന്നും നമ്മളെല്ലാം ഹിന്ദുവിന്റെ പ്രതീകമാണ്. ആ ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും ഹിന്ദുവാണെന്നും അതിനകത്ത് ഏത് സംസ്കാരക്കാരനായാലും ശരി അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഒരു ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് കൂടെയുള്ളവരെ കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു പോരാളിയുടെ വീറും വാശിയും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടുകൊണ്ട് അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കേരളത്തിന് ഇന്ന് അത് അത്യാവശ്യമാണ്. രാജ്യസ്നേഹത്തിന്റെ പേരും പറഞ്ഞ് സിനിമയും എടുത്ത് ആളെ പറ്റിച്ച് സംഘപരിവാറിലേക്ക് ആളെ കൂട്ടാൻ നാടുനീളെ വർഗീയതയും പറഞ്ഞു നടക്കുന്ന മേജറെ ഏത് കസേരയാണ് മീശ ഷാജി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? കസേര കിട്ടും വരെ ഇങ്ങനെയെല്ലാം പറഞ്ഞോളുക. ഒടുവിൽ ആ സുരേഷ് ഗോപിയെ പോലെ ആകരുത് എന്ന് മാത്രം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് തൊഴിൽ മന്ത്രി. മഹാന്മാരായ ആളുകൾക്കും ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ആഹാ, ബേബി ജോണിനെ പറയിപ്പിക്കാനല്ലാതെ ഇങ്ങനത്തെ ഒരു നിലപാട് എന്തിനാണ് ഈ ഷിബു സ്വീകരിക്കേണ്ട കാര്യം?